ഹായ്, രസകരമായ ഒരു ആക്ഷൻ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. കഥയെ ആരംഭിക്കുന്നത് ആൻഡ്രൂ എന്ന പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ആൻഡ്രൂ തന്റെ അമ്മ കേറനും അച്ഛൻ റിച്ചാർഡിനുമൊപ്പം ജീവിക്കുന്ന ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവന്റെ അമ്മ ക്യാൻസറിനോട് പൊരുതിക്കൊണ്ടിരിക്കുന്നു. മുൻ അഗ്നിശമന സേനാംഗമായിരുന്ന അച്ഛൻ ജോലിയിടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോൾ ഇൻഷുറൻസ് തുക കൊണ്ടാണ് ജീവിക്കുന്നത്. സങ്കടകരമെന്ന് പറയട്ടെ, റിച്ചാർഡ് പലപ്പോഴും തന്റെ നിരാശയും ദേഷ്യവും ആൻഡ്രൂവിനോടാണ് തീർത്തിരുന്നത്. അവനോട് അയാൾ വളരെ ക്രൂരമായി പെരുമാറുകയും ചെയ്തിരുന്നു. ആൻഡ്രൂ ആകട്ടെ വളരെയധികം ഉൾവലിന സ്വഭാവക്കാരനാണ്, ഇൻട്രോവേർട്ടാണ്. അവന്റെ കസിൻ മാറ്റ് മാത്രമാണ് അവൻ ആകെയുള്ള ഒരു സുഹൃത്ത്. പോരാത്തതിന് സ്കൂളിലും അവന് ധാരാളം ബുള്ളിയിങ് നേരിടേണ്ടി വരുന്നുണ്ട്. ജീവിതം അവൻ അങ്ങനെ വളരെ ഭാരമേറിയതും താൻ ഈ ലോകത്ത് പൂർണ്ണമായി ഒറ്റപ്പെട്ടതുപോലൊക്കെ തോന്നാൻ തുടങ്ങി. അതിനാൽ ബ്ലോഗിംഗ് ആരംഭിക്കാനും സ്വയം ഒന്ന് തിരക്കിലാകാനും അവനൊരു വില കുറഞ്ഞ ക്യാമറ വാങ്ങി. മാറ്റിന്റെ കാമുകി കേസിയും ഇതേ വ്ലോഗിംഗ് ആണ് ചെയ്യുന്നത്. എന്നാൽ സഹായിക്കുന്നതിന് പകരം ക്യാമറ ആൻഡ്രൂവിന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു ചെയ്തത്. അതൊരു വലിയ ക്യാമറയായിരുന്നു. സാധാരണ വ്ലോഗിങ്ങിനൊന്നും ഉപയോഗിക്കുന്ന തരം ചെറിയ ക്യാമറയല്ല. മാത്രമല്ല അന്നൊന്നും ഇങ്ങനെ വ്ലോഗ് ജനകീയമല്ലാത്തതുകൊണ്ട് ജനങ്ങൾക്കങ്ങനെ പരസ്യമായി വീഡിയോ ചിത്രീകരിക്കുന്നതൊക്കെ കണ്ട് തീരെ ഒരു ശീലവും ഉണ്ടായിരുന്നില്ല. എന്തായാലും അവനെ ഒന്ന് വീടിന് പുറത്തേക്കിറക്കാൻ വേണ്ടി മാറ്റ് ആൻഡ്രൂവിനെ ഒരു പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. അവിടെത്തിയ ഉടൻ ആൻഡ്രൂവിന് മറ്റുള്ളവരുമായി ഇടപഴകാൻ അവസരം നൽകി മാറ്റ് അവനെ തനിച്ചാക്കി പോയി. എന്നാൽ ഒറ്റപ്പെട്ട് ജീവിച്ചു ശീലിച്ച ആൻഡ്രൂവിന് അങ്ങനൊരു പാർട്ടി നടക്കുന്നിടത്ത് എന്ത് ചെയ്യണം എന്നൊരു രൂപവും ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ ഇടയിൽ തന്റെ വ്ലോഗിനായി വീഡിയോ ചിത്രീകരിക്കുകയായിരുന്ന കേസിയെ അവൻ കണ്ടുമുട്ടി. റെക്കോർഡിങ്ങിനിടയിൽ ആൻഡ്രൂ അബദ്ധത്തിൽ തന്റെ ക്യാമറ ഒരു പെൺകുട്ടിക്ക് നേരെ തിരിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന അവളുടെ കാമുകൻ അതിനെതിരെ പ്രതികരിച്ചു. മോശമായ രീതിയിൽ അവനെതിരെ തുപ്പി. അവിടെ നിൽക്കാൻ അസ്വസ്ഥത തോന്നിയ ആൻഡ്രൂ പാർട്ടി ഉപേക്ഷിച്ച് പാർക്കിംഗ് ഏരിയക്ക് സമീപം പോയി തനിച്ചിരുന്നു. ഏറെ വൈകാതെ സ്കൂളിലെ ഏറ്റവും പ്രശസ്തനായ വിദ്യാർത്ഥികളിൽ ഒരാളും സ്റ്റുഡന്റ് ബോഡി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും ചെയ്യുന്ന സ്റ്റീവ് അവന്റെ അടുത്തേക്ക് വന്നു. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റീവ് വളരെ സൗഹൃദത്തോടെയാണ് അവനോട് പെരുമാറിയത്. മാറ്റുമൊത്ത് താൻ കണ്ടെത്തി അടുത്തുള്ള ഒരു വിചിത്രമായ ഗർത്തം കാണാൻ താനിപ്പോൾ പോവുകയാണെന്നും കൂടെ വരാനും പറഞ്ഞ് അവൻ ആൻഡ്രൂവിനെ ക്ഷണിച്ചു. ആദ്യം ആൻഡ്രൂ മടിച്ചെങ്കിലും രസകരമായ എന്തെങ്കിലും ചിത്രീകരിക്കാം എന്ന ചിന്ത അവനെ അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിച്ചു. അവിടെ എത്തുമ്പോ ഉള്ളിൽ നിന്ന് വലിയൊരു മൂളൽ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതോടെ ആ കുട്ടികളുടെ ജിജ്ഞാസ വർദ്ധിക്കുകയും സ്റ്റീവിന്റെ നേതൃത്വത്തിൽ മൂവരും ഉള്ളിലേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. ഉള്ളിൽ അവർ ഒരു ഗുഹ കണ്ടെത്തി. അതിന്റെ അറ്റത്ത് ജീവനുള്ള ഒന്നിനെ എന്ന പോലെ തിളങ്ങുന്ന നീലവെളിച്ചം ചിതറിക്കിടക്കുന്ന ഒരു വിചിത്രമായ ക്രിസ്റ്റൽ ഘടനയുണ്ടായിരുന്നു. സാവധാനം ആ വെളിച്ചം ചുവപ്പായി മാറാൻ തുടങ്ങി. ഇതെല്ലാം അവരെ ഞെട്ടിച്ചെങ്കിലും വിചിത്രമെന്ന് പറയട്ടെ, അവർക്കുടനടി ഒന്നും സംഭവിച്ചില്ല. എല്ലാവരും സുരക്ഷിതരായിരുന്നു. എന്നിരുന്നാലും കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരിൽ ചില മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ആ ക്രിസ്റ്റലിൽ നിന്നുള്ള ഊർജം അവർക്ക് ടെലികൈനറ്റിക് കഴിവുകൾ നൽകി. അതായത് വസ്തുക്കളിൽ തൊടാതെ തന്നെ അവയെ ചലിപ്പിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടി. ബേസ്ബോൾ എറിയുന്നതും ലെഗോ കട്ടകൾ നിർമ്മിക്കുന്നതും പോലുള്ള ലളിതമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവർ ഒരുമിച്ച് അതിന്മേൽ പരിശീലനം തുടങ്ങി. 3 പേർക്കും ടെലികൈനറ്റിക് കഴിവുണ്ട്. ഏറ്റവും വേഗത്തിൽ പക്ഷേ ആ കഴിവ് വികസിപ്പിച്ചതും കാര്യങ്ങൾ പഠിച്ചെടുത്തതും തന്റെ കഴിവിൽ കൂടുതൽ നിയന്ത്രണങ്ങളുള്ളവനായി മാറിയതും ആൻഡ്രൂ ആയിരുന്നു. തങ്ങൾക്ക് ഈ കഴിവുകൾ വന്നതോടെ വീണ്ടും ആ പഴയ ഗുഹയിലേക്കൊന്ന് പോയി നോക്കാൻ അവർ തീരുമാനിച്ചു. പക്ഷെ അവർ അവിടെ എത്തിയപ്പോ ആ കുഴി നികത്തപ്പെട്ടിരുന്നു. കൂടാതെ ആ സ്ഥലം അടച്ചുപൂട്ടുന്നതിനാൽ സെക്യൂരിറ്റി ജീവനക്കാർ അവരെ അവിടെ നിന്ന് നിർബന്ധപൂർവ്വം പുറത്താക്കുകയും ചെയ്തു. അതിനുശേഷം ആൻഡ്രൂ ചെറുതും സാധാരണവുമായ ഒരു ക്യാമറ വാങ്ങി അമ്മയെ നടക്കാൻ കൊണ്ടുപോകുമ്പോൾ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു. തങ്ങളുടെ പുതിയ ശക്തി ഉപയോഗിച്ച് ആ മൂവർ സംഘത്തിന്റെ കൂട്ടുകെട്ട് വിനോദത്തിനായി തമാശകൾ കാണിക്കാൻ തുടങ്ങി. ബ്ലോവർ ഉപയോഗിച്ച് അവരൊരു പെൺകുട്ടിയുടെ സ്കേർട്ട് പൊക്കി. ഷോപ്പിംഗ് നടത്തുന്നവരെയൊക്കെ ചെറുതായി ശല്യപ്പെടുത്തി. ഡൈനറിലെ വെയിറ്ററെ ഒന്ന് വിഷമിപ്പിച്ചു. ആളുകളുടെ കാറുകൾ പോലും തമാശ രീതിയിൽ ചലിപ്പിച്ചു. ഇങ്ങനെ കുസൃതികളിലൂടെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഭാരമേറിയ വസ്തുക്കളിൽ അവർ കൂടുതൽ ശക്തി ഉപയോഗിക്കുമ്പോൾ അത് തങ്ങളെ തളർത്തുന്നുവെന്നും പരിധിവിട്ട് ശക്തി പ്രയോഗിക്കുമ്പോൾ മൂക്കിൽ നിന്ന് ചോര വരുന്നുവെന്നും അവർ പെട്ടെന്ന് മനസ്സിലാക്കി. എന്തായാലും ഈ ശക്തി വന്നു ചേർന്നതും കൂട്ടത്തിൽ അത് പങ്കിടാൻ കൂട്ടുകാരും ഉണ്ടായതോടെ ആൻഡ്രൂവിന്റെ ജീവിതം ശരിക്കും രസകരമായി മാറാൻ തുടങ്ങി.
പക്ഷേ ഒരിക്കൽ സ്വനിയന്ത്രണം നഷ്ടപ്പെട്ട് ഓടുന്ന ഒരു കാറിൽ അവൻ ശക്തി പ്രയോഗിച്ചതും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലെത്തി. ആ കാർ നദിയിലേക്ക് മറിയുകയും ഡ്രൈവർ അന്ന് മുങ്ങിമരിക്കാറാവുക പോലും ചെയ്തു. ആ അപകടകരമായ സംഭവത്തിനു ശേഷം മാറ്റ് ഇടപെട്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ചില അടിസ്ഥാന നിയമങ്ങൾ ഉണ്ടാക്കി. അതിലാദ്യത്തേത് ജീവനുള്ള ഒരു വസ്തുവിന് നേരെയും ശക്തി ഉപയോഗിക്കാൻ പാടില്ലെന്നതായിരുന്നു. രണ്ടാമത്തേത് ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ ശക്തി ഉപയോഗിക്കരുത്. അവസാനമായി തങ്ങളുടെ കഴിവുകളെക്കുറിച്ച് പരസ്യമായി സംസാരിക്കാനോ പരസ്യമായി ഉപയോഗിക്കാനോ പാടില്ല. പ്രത്യേകിച്ചും ദിവസം ചെല്ലുന്തോറും അവർ കൂടുതൽ ശക്തരാകുന്ന സാഹചര്യത്തിൽ നിയമങ്ങൾ കർശനമായി പാലിക്കണം എന്നവൻ വ്യക്തമാക്കി. അവരുടെ ശക്തികൾ കൂടുതലായി വർദ്ധിച്ചതും എങ്ങനെ പറന്നുയരണം എന്നുപോലും അവർ കണ്ടെത്തി. ഒരു ഘട്ടത്തിൽ അവരിങ്ങനെ പറന്നിരസിക്കുന്നതിനിടയിൽ അവരൊരു വിമാനവുമായി കൂട്ടിയിടിക്കുന്നതിന്റെ വക്കിലെത്തി. കാര്യങ്ങൾ അതോടെ എത്രത്തോളം അപകടകരമാകുന്നു എന്ന് വ്യക്തമാവുകയായിരുന്നു. പിന്നീട് ലൈബ്രറിയിൽ സ്കൂൾ അസൈൻമെന്റിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തനിക്ക് കൂട്ടുകാരോടൊപ്പം ടിബറ്റിലേക്കൊരു യാത്ര പോകണമെന്ന ആഗ്രഹം ആൻഡ്രൂ പങ്കുവെച്ചു. അവനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ശാന്തവും നിശബ്ദവുമായ ഒരു സ്ഥലമാണ്. സ്കൂളിന് ശേഷം ആൻഡ്രൂവും സ്റ്റീവും നഗരത്തിന് മുകളിലൂടെ പറന്ന് ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ സമയം ചിലവഴിച്ചു. പണ്ട് താനും മാറ്റും മാത്രം ഉണ്ടായിരുന്നപ്പോഴും താൻ ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്ന പഴയ ജീവിതത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ജീവിതം എത്ര വർണ്ണാഭമായി എന്ന് ആൻഡ്രൂ തുറന്നു പറഞ്ഞു. ചെറിയ വസ്തുക്കളെ നിയന്ത്രിക്കാൻ സ്റ്റീവ് അപ്പോഴും ബുദ്ധിമുട്ടുകയായിരുന്നു. ഇതെല്ലാം ഭാവനയിലൂടെയാണ് സംഭവിക്കുന്നതെന്നും ആ വസ്തു ശരിക്കും കയ്യിൽ പിടിച്ചിരിക്കുകയാണെന്ന് സങ്കല്പിക്കണമെന്നും അങ്ങനെയേ അതിനെ നിയന്ത്രിക്കാൻ പറ്റൂ എന്നും ആൻഡ്രൂ സ്റ്റീവിന് പറഞ്ഞുകൊടുത്തു. ഇത് കേട്ട സ്റ്റീവ് ധീരമായ ഒരു കാര്യം നിർദ്ദേശിച്ചു. മൂവരിൽ വെച്ച് ഏറ്റവും ശക്തൻ ആൻഡ്രൂ ആയതിനാൽ അവൻ തന്റെ ടെലികൈനസിസ് ഉപയോഗിച്ച് ഒരു ഷോ നടത്തണം എന്നായിരുന്നു സ്റ്റീവ് നിർദ്ദേശിച്ചത്. ആൻഡ്രൂ അതിന് സമ്മതിച്ചു. പ്രകടനത്തിന് സ്റ്റീവ് അവന് ചില വസ്ത്രങ്ങൾ നൽകുകയും ചെയ്തു. അന്ന് ആൻഡ്രൂ വല്ലാതെ സന്തോഷവാനായി കാണപ്പെട്ടിരുന്നു. എന്നാൽ അവൻ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് സ്കൂൾ വീട്ടിൽ നിന്ന് വളരെ അകലെയായിരുന്നിട്ടും മാറ്റ് ഇപ്പോൾ ആൻഡ്രൂവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നില്ലെന്ന് മനസ്സിലാക്കി അവന്റെ അച്ഛന് സംശയം തോന്നാൻ തുടങ്ങി. അങ്ങനെ അന്ന് ടാലന്റ് ഷോയിൽ ബാൻഡ്, ഡാൻസ്, പാട്ട് തുടങ്ങി എല്ലാത്തരം കഴിവുകളും വിദ്യാർത്ഥികൾ പ്രദർശിപ്പിച്ചു. തുടർന്ന് ആൻഡ്രൂവിന്റെ ഊഴമെത്തി. സ്റ്റീവും അവനൊപ്പം വേദിയിലുണ്ടായിരുന്നു. മാറ്റ് ദൂരെ നിന്ന് അതെല്ലാം റെക്കോർഡ് ചെയ്യുകയാണ്. ആദ്യം ആൻഡ്രൂ അല്പം ഭയന്നതായി കാണപ്പെട്ടു. എന്നാൽ ചിതറിക്കിടക്കുന്ന കാർഡുകളിൽ തൊടാതെ തന്നെ അവനത് മുഴുവൻ തന്റെ കൈകളിലേക്ക് തിരികെ കൊണ്ടുവന്ന് ഒരു ഷോ കാണിച്ചതും സദസ്സ് പൂർണ്ണമായും സ്തംഭിച്ചുപോയി. കൈകൾ ഉപയോഗിക്കാതെ സ്റ്റീവിന് നേരെ പന്തുകളെറിഞ്ഞും കയറിൽ ബാലൻസ് ചെയ്തും അവൻ കൂടുതൽ പ്രകടനങ്ങൾ തുടർന്നു. അവനതോടെ മാജിക്കിൽ അതിശയകരമായ കഴിവുള്ളവനാണ് എന്നിവരും കരുതാൻ തുടങ്ങി. ആ പ്രകടനത്തിനു ശേഷം ആൻഡ്രൂവിന്റെ ജീവിതം മാറി. അവൻ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായി കാണപ്പെട്ടു. പാർട്ടികളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. കൂടുതൽ ആളുകളോട് സംസാരിച്ചു. സ്കൂളിൽ പോലും എല്ലാവരും അവനെപ്പറ്റി അറിയാനൊക്കെ ആഗ്രഹിച്ചു. ഒരു പെൺകുട്ടി അവനെ ചുംബിക്കാൻ ശ്രമിക്കുക പോലും ചെയ്തു. അന്നൊരു പാർട്ടിയായിരുന്നു. പക്ഷെ അവിടെ വെച്ച് മദ്യപിച്ച് ശീലമില്ലാത്തതിനാലും മദ്യപിച്ചത് താങ്ങാൻ കഴിയാത്തതിനാലും അവൻ ഛർദ്ദിച്ചു. അതും ആ പെൺകുട്ടിയുടെ മേത്തേക്ക്. അതോടെ ആ പെൺകുട്ടിക്ക് അവന്റെ മേൽ താല്പര്യം നഷ്ടപ്പെട്ട് അവൾ നടന്നുപോയി. സ്റ്റീവ് അവനെ ആശ്വസിപ്പിക്കാൻ ചെന്നെങ്കിലും സ്റ്റീവ് തന്നെ പരിഹസിക്കാനാണ് വന്നത് എന്ന് കരുതി ആൻഡ്രൂ അവനെ തള്ളി പറഞ്ഞു. അടുത്ത ദിവസം ആൻഡ്രൂവിന്റെ വീട്ടിലെ കാര്യങ്ങൾ കൂടുതൽ വഷളായി. കേറൻ ഇപ്പോൾ കഠിനമായ വേദനയിലാണ്. അവൾക്ക് മരുന്ന് ആവശ്യമാണ്. റിച്ചാർഡ് ആൻഡ്രൂവിന്റെ മുറിയിൽ തിരച്ചിൽ നടത്തുകയും അവന്റെ പുതിയ ക്യാമറ കണ്ടെടുക്കുകയും ചെയ്തിരുന്നുവെന്ന് വൈകാതെ വ്യക്തമായി. ആ ക്യാമറ അങ്ങനെ കണ്ടെടുത്തത് റിച്ചാർഡിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. അമ്മ ഇങ്ങനെ ഗുരുതരാവസ്ഥയിൽ കിടക്കുമ്പോ ആൻഡ്രൂ അനാവശ്യ കാര്യങ്ങൾക്ക് പണം പാഴാക്കുകയാണ് എന്നായിരുന്നു റിച്ചാർഡ് കരുതിയത്. ആൻഡ്രൂവിന്റെ വിദ്യാഭ്യാസത്തിനായി താൻ ചിലവഴിക്കുന്ന പണത്തെക്കുറിച്ചും ആൻഡ്രൂ എന്നിട്ടാണ് ഇങ്ങനെ ദൂർത്തു കാണിക്കുന്നതെന്നും അയാൾ പരാതിപ്പെട്ടു. ആൻഡ്രൂ ഒടുവിൽ തിരിച്ചടിച്ചു. താൻ സ്വയം പണം സമ്പാദിച്ചാണ് ക്യാമറ വാങ്ങിയത്, അല്ലാതെ ഒരു പണവും ദൂർത്തടിച്ചിട്ടില്ല. സ്കൂൾ പഠനം സൗജന്യമാണ്. അച്ഛൻ തനിക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും ചിലവഴിച്ചിട്ടൊന്നുമില്ല. സ്വയം ഇങ്ങനെ നാണം കെടാൻ നിൽക്കരുത്, വിട്ടിത്തരം കാട്ടരുത് എന്നവൻ പറഞ്ഞു. അച്ഛൻ തനിക്ക് പണമൊന്നും തരുന്നില്ലെന്നും അവൻ ചൂണ്ടിക്കാട്ടി. അത് റിച്ചാർഡിനെ കൂടുതൽ കോപാകുലനാക്കുകയും ആൻഡ്രൂവിനന്ന് ക്രൂരമായ മർദ്ദനമേൽക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. തീവ്രമായ വികാരങ്ങൾ കാരണം ആൻഡ്രൂ തന്റെ ശക്തി കുറച്ചുകൂടി ഉപയോഗിച്ച് തിരിച്ചടിച്ചു. ആ ഊർജം എങ്ങനെയോ മാറ്റിലേക്കും സ്റ്റീവിലേക്കും എത്തി. അവർ രണ്ടുപേരുടെയും തലച്ചോറിൽ വലിയൊരു മുഴക്കവും തുടർന്ന് ശക്തമായി മൂക്കിൽ നിന്നുള്ള ചോരവാർച്ചയും തലവേദനയും അനുഭവപ്പെട്ടു. കേസിയോടൊപ്പം സമയം ചെലവഴിക്കുന്ന തിരക്കിലായതിനാൽ മാറ്റ് അത് അവഗണിച്ചു. സ്റ്റീവ് വിളിച്ചപ്പോ കോൾ എടുക്കാതിരിക്കുകയും ചെയ്തു.
അതിനിടെ സ്റ്റീവ് ആ വിചിത്രമായ അനുഭവം പിന്തുടർന്ന് ഒടുവിൽ ആൻഡ്രൂവിനെ കണ്ടെത്തി. കറുത്ത മേഘങ്ങളാൽ ചുറ്റപ്പെട്ട് ആകാശത്തുയർന്നു നിൽക്കുന്ന ആൻഡ്രൂവിനെയായിരുന്നു അവൻ കണ്ടെത്തിയത്. സ്റ്റീവ് അവനെ ശാന്തനാക്കാൻ ശ്രമിച്ചു. റിച്ചാർഡ് ആൻഡ്രൂവിനോട് പെരുമാറിയ രീതിയെ അവൻ ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്നാൽ ആൻഡ്രൂ ആകെ തകർന്നിരിക്കുകയായിരുന്നു. പാർട്ടിയിൽ നടന്ന സംഭവത്തിനു ശേഷം സ്കൂളിലെ എല്ലാവരും ഇതേക്കുറിച്ച് അറിയുമെന്നോർത്തവൻ വല്ലാതെ ടെൻഷനിലും അപമാനിതനുമായി കാണപ്പെട്ടിരുന്നു. ശരിയായ ഒരു പിതാവിന്റെ തണൽ ലഭിക്കാത്തതിലും കെയറിംഗ് ലഭിക്കാത്തതിലും അവൻ ദുഃഖിതനായിരുന്നു. ആ വേദനയെല്ലാം അവന്റെ ഉള്ളിൽ വളർന്നുകൊണ്ടേയിരുന്നു. തനിക്ക് തനിച്ചിരിക്കണമെന്നുള്ളതിനാൽ അവിടെ നിന്ന് പോകാൻ അവൻ സ്റ്റീവിനോട് ആവശ്യപ്പെട്ടു. എന്നിരുന്നാലും സ്റ്റീവ് അവിടെ തന്നെ നിൽക്കുകയും അവനെ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആൻഡ്രൂവിനത് തീരെ ഇഷ്ടപ്പെട്ടില്ല. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള ആൻഡ്രൂവിന്റെ ആ തീവ്ര വികാരങ്ങൾക്കിടയിൽ വലിയൊരു അപകടം സംഭവിച്ചു. ആൻഡ്രൂവിന് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും അബദ്ധത്തിൽ മിന്നൽ പിടിച്ചെടുക്കുകയും ചെയ്തു. അതവൻ സ്റ്റീവിന്റെ മേൽ പതിപ്പിച്ചു. സ്റ്റീവ് തൽക്ഷണം മരിച്ചു. ശവസംസ്കാര ചടങ്ങിൽ വെച്ച് താൻ അവിടെ ഇല്ലായിരുന്നെങ്കിലും സ്റ്റീവിന്റെ മരണത്തിന് കാരണം ആൻഡ്രൂവാണെന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് മാറ്റ് പറഞ്ഞു. പ്രത്യേകിച്ചും കടുത്ത കൊടുങ്കാറ്റുള്ള സമയത്ത് സ്റ്റീവ് തുറസായ സ്ഥലത്ത് കാണപ്പെട്ടതിനാൽ ആ സാഹചര്യം ഒട്ടും യുക്തിസഹമായിരുന്നില്ല. എന്നാൽ ആൻഡ്രൂ ഇതേക്കുറിച്ച് സംസാരിക്കാൻ വിസമ്മതിക്കുകയും അവിടുന്ന് പോവുകയും ചെയ്തു. അടുത്ത ദിവസം ശവസംസ്കാരം കഴിഞ്ഞ പ്രദേശം ശാന്തമായപ്പോ ആൻഡ്രൂ സ്റ്റീവിന്റെ കല്ലറയിലേക്ക് മടങ്ങിയെത്തി. തന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഇതിനെല്ലാം കാരണമെന്നോർത്ത് അവൻ കുറ്റബോധത്താൽ നിറഞ്ഞു. അതിനുശേഷം അവൻ കാര്യങ്ങൾക്കെല്ലാം തുടക്കമിട്ട് ഇപ്പോൾ പൂർണ്ണമായും പുല്ലുമൂടിയ ആ പഴയ ഗുഹയിലേക്ക് ചെന്നു. പക്ഷേ അവിടൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവൻ സ്കൂളിലേക്ക് മടങ്ങി. അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സ്കൂളിൽ കനത്ത ബുള്ളിയിങ് തന്നെ ഏറ്റുവാങ്ങേണ്ടി വന്നു. പാർട്ടിയിൽ ആൻഡ്രൂ ആ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഛർദ്ദിച്ചതിനെ കുറിച്ചുള്ള അഭ്യൂഹം എങ്ങും പടർന്നിരുന്നു. അതോടെ അവൻ വല്ലാതെ അപമാനിതനായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത്തവണ ആൻഡ്രൂ മിണ്ടാതിരുന്നില്ല. സ്കൂളിലെ ബുള്ളി ചെയ്യുന്നവന്മാരുടെ പല്ലുകൾ ആൻഡ്രൂ പറിച്ചെടുത്തു. അതും അവന്റെ കഴിവുകൊണ്ട്. അവിടെ നിന്നും ആൻഡ്രൂവിൽ എന്തോ ഒന്നും മാറാൻ തുടങ്ങുകയായിരുന്നു. സാവധാനം അവൻ വളരെ ഇരുണ്ട മനസ്ഥിതിയുള്ള ഒരാളായി മാറാൻ തുടങ്ങി. അവൻ പേറി നടന്ന എല്ലാ വേദനകളും, പിതാവിൽ നിന്നുള്ള പീഡനങ്ങളും, നിരന്തരമായ കളിയാക്കലുകളും, ഒറ്റപ്പെടലും, ആരോടും മടുക്കാൻ കഴിയാത്ത അവസ്ഥയും, അമ്മയുടെ രോഗവും എല്ലാം അവന്റെ മനസ്സിനെ ബാധിക്കാൻ തുടങ്ങുന്നു. അവന് പ്രാധാന്യവും നിയന്ത്രണവും നൽകുന്ന ഒരേ ഒരു കാര്യം ഇപ്പോൾ അവന്റെ ശക്തി മാത്രമാണ്. ഈയൊരു ഘട്ടത്തിൽ താൻ ഭൂമിയിലെ ഏറ്റവും ശക്തനായ ജീവിയാണെന്ന മട്ടിൽ ആൻഡ്രൂ സ്വയം അപ്പെക്സ് പ്രെഡേറ്റർ എന്ന് തന്നെ വിളിക്കാൻ പോലും തുടങ്ങി. ഒരു ദിവസം അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ ശ്രമിക്കുന്നതിനിടെ സ്കൂളിലെ സംഭവങ്ങളെക്കുറിച്ച് ചോദിക്കാൻ മാറ്റ് അങ്ങോട്ടേക്ക് എത്തി. ആൻഡ്രൂ അമിതമായി ശക്തിയുള്ളവനായി മാറിയെന്ന് മാറ്റിന് അറിയാമായിരുന്നു. കാര്യങ്ങൾ വീണ്ടും കൈവിട്ടുപോയാൽ താൻ ഇടപെടുമെന്ന് അവൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആൻഡ്രൂ തന്നെയൊന്ന് തൊടാൻ പോലും മാറ്റിനെ അനുവദിക്കാതെ അവിടുന്ന് തള്ളി മാറ്റി. മരുന്നിന് വലിയ വിലയായതിനാൽ അതവന് വാങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത് മനസ്സിലായപ്പോ ആൻഡ്രൂവിന്റെ അവസ്ഥ കൂടുതൽ വഷളായി. അതിനു പുറമെ അവന്റെ അച്ഛനെ എവിടെയും കാണാനുമില്ലായിരുന്നു. അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് അവന്റെ അച്ഛന് യാതൊരു കരുതലും ഉത്കണ്ഠയും ഉള്ളതായി അവന് തോന്നിയതുമില്ല. ദേഷ്യം സഹിക്കാനാവാതെ തന്റെ ഐഡന്റിറ്റി മറയ്ക്കാൻ ആൻഡ്രൂ അച്ഛന്റെ പഴയ ഫയർ ഫൈറ്റർ യൂണിഫോം ധരിച്ചു. തുടർന്ന് മരുന്നിനുള്ള പണം കണ്ടെത്താൻ അവൻ തന്റെ ശക്തി ഉപയോഗിച്ച് പരിസരത്തുള്ള ആളുകളെ കൊള്ളയടിക്കാൻ തുടങ്ങി. ഒരു ഗ്യാസ് സ്റ്റേഷൻ സ്റ്റോർ ആക്രമിച്ചു. എന്നാൽ കാര്യങ്ങളൊക്കെ ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോയി. ഗ്യാസ് സ്റ്റേഷൻ കൊള്ളയടിക്കുന്നതിനിടെ അവൻ വലിച്ചെറിഞ്ഞ ഒരു ഷോട്ട് ഗൺ അബദ്ധത്തിൽ ഗ്യാസ് ടാങ്കിലേക്ക് വെടിവെക്കുകയും സ്ഫോടനമുണ്ടാവുകയും ചെയ്തു. അതോടെ ആൻഡ്രൂവിന് കഠിനമായി പൊള്ളലേറ്റു. അവനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതോടെ പോലീസ് അവന്റെ ആ മുറി വളഞ്ഞു. ആൻഡ്രൂ ബോധരഹിതനായി കിടക്കുമ്പോ റിച്ചാർഡ് അവനെ കാണാൻ വന്നു. ആകുലത കാണിക്കുന്നതിന് പകരം അയാൾ ആൻഡ്രൂവിനെ കുറ്റപ്പെടുത്തുകയും അവന്റെ അമ്മ മരണപ്പെട്ടു എന്ന് പറയുകയും ചെയ്തു. അതെല്ലാം ആൻഡ്രൂവിന്റെ തെറ്റാണെന്ന് അയാൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. മുറിയിൽ റെക്കോർഡിംഗ് നടക്കുന്നുണ്ടെന്ന് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് അയാൾ ആൻഡ്രൂവിനോട് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും ആവശ്യപ്പെട്ടു. ആൻഡ്രൂ ഒടുവിൽ ഉണരുമ്പോ കാര്യങ്ങൾ ശാരീരികമായി മാത്രമല്ല വൈകാരികമായും അവനിൽ പൊട്ടിത്തെറിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുമടുത്തിയ അവൻ കോപം അടക്കാനാവാതെ ആശുപത്രി മുറി പൂർണ്ണമായും തകർത്തെറിഞ്ഞു. അതേസമയം മാറ്റ് ഒരു ഫാമിലി ഫംഗ്ഷനിലായിരുന്നു. അവന് വീണ്ടും അതേ വലിയ മുഴക്കം കേട്ടു. അവന്റെ മൂക്കിൽ നിന്ന് കഠിനമായി ചോര വരാൻ തുടങ്ങി. ശക്തമായ തലവേദന അനുഭവപ്പെട്ടു. തുടർന്ന് ആശുപത്രിയിൽ ബോംബ് വെച്ചത് മൂലമുള്ള വലിയൊരു സ്ഫോടനത്തെക്കുറിച്ചുള്ള വാർത്ത അവൻ കണ്ടു. അത് ആൻഡ്രൂ തന്നെയായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞ മാറ്റ് ഉടൻ തന്നെ അങ്ങോട്ട് തിരിച്ചു. കേസിയും അവനോടൊപ്പം ചേർന്നു. മാറ്റും കേസിയും എത്തുമ്പോഴേക്കും റോഡുകളെല്ലാം തടഞ്ഞിരിക്കുകയായിരുന്നു. ആശുപത്രി പോലീസിനാലും ജനക്കൂട്ടത്താലും ചുറ്റപ്പെട്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആൻഡ്രൂ ആകാശത്തുയർന്നു
ഉയർന്നു വന്നു. സ്വന്തം പിതാവിനെ മുകളിൽ നിന്ന് അവൻ താഴേക്കിട്ടു. അത് കണ്ടെല്ലാവരും ഞെട്ടിപ്പോയി. യാതൊരു മടിയും കൂടാതെ മാറ്റ് റിച്ചാർഡിനെ രക്ഷിക്കാൻ പറന്നു ചെന്നു. മാറ്റിലും ശക്തികളുണ്ടെന്ന് കേസി എപ്പോഴായിരുന്നു മനസ്സിലാക്കുന്നത്. അവൻ കൃത്യസമയത്ത് റിച്ചാർഡിനെ പിടിച്ചെടുത്തു. കേസിയെ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റാൻ മാറ്റ് ശ്രമിക്കുമ്പോൾ ആൻഡ്രൂ അവരെ പോവാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആക്രമിക്കാൻ തുടങ്ങി. ഒരു ഹെലികോപ്റ്റർ വലിച്ചെറിയുകയും മാറ്റും കേസിയും സഞ്ചരിച്ചിരുന്ന കാർ ഉയർത്തി നഗരമധ്യത്തിലുള്ള സ്പേസ് നീഡിൽ നിന്ന് നേരെ പൊക്കിയെറിയുകയും ചെയ്തു. കേസിക്കെതിരെ ആക്രമണം നടത്താൻ ആൻഡ്രൂ ശ്രമിച്ചെങ്കിലും മാറ്റ് അത് തടഞ്ഞു. മാറ്റ് കേസിയെ രക്ഷപ്പെടുത്തി. ഇപ്പോഴും മാറ്റ് ആൻഡ്രൂവിനെ ശാന്തനാക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ആൻഡ്രൂ ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ്. താൻ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച റിച്ചാർഡിനെ മാറ്റ് രക്ഷിച്ചതിൽ അവൻ കോപാകുലനായിരുന്നു. അതേസമയം ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുകയാണ്. മാധ്യമങ്ങൾ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ്രൂ അത് കാര്യമാക്കിയില്ല. അവന്റെ മനസ്സിൽ അവൻ പൂർണ്ണമായും ഒരു അപ്പെക്സ് പ്രെഡേറ്റർ ആണ്. തനിക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാൻ കഴിയും എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. തുടർന്ന് വലിയൊരു പോരാട്ടം നടന്നു. ആൻഡ്രൂവിനെ ഉപദ്രവിക്കാതെ തടഞ്ഞു നിർത്താൻ മാറ്റ് പരമാവധി ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ സ്ട്രീറ്റ് ലൈറ്റിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് ആൻഡ്രൂ താഴെ വീണു. പോലീസ് അവരെ വളഞ്ഞു. വെടിവെപ്പിൽ മാറ്റിന്റെ കയ്യിൽ വെടിയേറ്റു. എന്നാൽ ആൻഡ്രൂ വീണ്ടും നിയന്ത്രണം വിട്ടു. അവൻ മുഴുവൻ പോലീസ് സേനയെയും ഒന്നുമല്ലാത്ത പോലെ വലിച്ചെറിയുകയും മാറ്റുമായി പോരാട്ടം തുടരുകയും ചെയ്തു. ആ പോരാട്ടം അവരെ രണ്ടുപേരെയും കുന്തമേന്തി നിൽക്കുന്ന ഒരു പ്രതിമയ്ക്ക് അടുത്തേക്ക് എത്തിച്ചു. പോലീസ് വീണ്ടും വെടിയുതിർത്തു. എന്നാൽ ആൻഡ്രൂ എല്ലാ വെടിയുണ്ടകളും എളുപ്പത്തിൽ തടയുകയും അവ പോലീസിന് നേരെ തിരിച്ചയക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോവുകയാണ്. ആൻഡ്രൂ കൂടുതൽ വിനാശകാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. കെട്ടിടങ്ങൾ തകർക്കുമെന്നും എണ്ണമറ്റ ജീവനുകൾ അപകടത്തിലാക്കുമെന്നും അവൻ ഭീഷണിപ്പെടുത്തുന്നു. ഒടുവിൽ മാറ്റിന് മറ്റ് വഴികളൊന്നുമില്ലായിരുന്നു. അരാജകത്വം അവസാനിപ്പിക്കാനും ഏവരെയും രക്ഷിക്കാനും മാറ്റ് പ്രതിമയിൽ നിന്നുള്ള കുന്തം ഉപയോഗിച്ച് ആൻഡ്രൂവിനെ പിന്നിൽ നിന്ന് കുത്തിക്കൊന്നു. അപ്പോഴും ആൻഡ്രൂ ശരിക്കും ഒരു മോശം വ്യക്തിയായിരുന്നില്ലെന്ന് മാറ്റിനുള്ളിന്റെ ഉള്ളിൽ അറിയാമായിരുന്നു. അവൻ വേദനയാലും ദേഷ്യത്താലും താൻ കടന്നുപോയ അനുഭവങ്ങളാലും തകർന്നുപോയൊരു പാവം പയ്യനാണ്. സംഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ശേഷം മാറ്റ് മാത്രമായിരുന്നു ബാക്കിയായത്. സ്റ്റീവിനെയും ആൻഡ്രൂവിനെയും ആദരിക്കുന്നതിന് ആൻഡ്രൂവിന്റെ പഴയ ക്യാമറയിൽ വീഡിയോ ചിത്രീകരിച്ച് അവൻ ഒറ്റയ്ക്ക് ടിബറ്റിലേക്കൊരു യാത്ര തിരിച്ചു. അവിടെ വെച്ച് മറ്റുള്ളവരെ സഹായിക്കാനും തങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിയ ആ നിഗൂഢ ശക്തിക്ക് പിന്നിലെ സത്യം പുറത്തു കൊണ്ടുവരാനും അവൻ പ്രതിജ്ഞയെടുത്തു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.